ഞാനിന്ന് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടൊരു പായസം ഉണ്ടാക്കിയ കഥയാണിത്. ഈ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലുള്ളൊരു ലൈറ്റ് ബ്രൗൺ കളറിലുള്ള പാല് കുറുക്കിയ പാലിൻ്റെ പായസം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസിൽ കണ്ടു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരയിലേക്ക് പാലൊഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പനീർ ഉണ്ടാക്കാൻ വേണ്ടി പാല് ഒന്ന് പിരിയുന്ന പോലെയാവില്ലേ, ആ ഒരു ടെക്സ്ചറിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ കഴിവിലുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ മുഴുവൻ പാലും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മോട്. അതൊരു ബാക്കപ്പിന് വേണ്ടി നമുക്ക് സാധാ പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മ നോർമലി നമ്മളൊരു പഞ്ചസാര പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ പരീക്ഷണം 8 നിലയിൽ പൊട്ടിയെങ്കിലും അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കമൻ്റ് അടിക്കാൻ ഞാൻ മറന്നിട്ടില്ല. ഇതിൻ്റെ 4 ഞാൻ എടുക്കാൻ വന്നിട്ടുള്ളൂ. മതി 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 ഞാൻ ചോട്ടനായോ ഒരു ഗ്ലാസ് തരൂ. ഇതാണ് അമ്മ സിമ്പിൾ പാലട അല്ലേ. ആ ഒരു ഗ്ലാസ് പാല് തരുമെന്ന് ചോദിച്ചത് എൻ്റെ ചെറിയൊരു അതിമോഹമായിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ പരീക്ഷിച്ച് നോക്കാമെന്ന്. അതായത് ഇതിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള പായസവും കുറച്ച് പാലും വെച്ച് ഇതൊന്ന് ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കാം, എങ്ങാനും ഇത് വർക്കൗട്ട് ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വീണ്ടും തുടങ്ങി. എന്നിട്ട് ഇത് കാരമലൈസായി ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ട പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് ലൂസായി കഴിഞ്ഞിട്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്, ഇത് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചൊരു കട്ടി രൂപത്തിലാവും. പിന്നെ ഞാൻ പാലും കൂടെ ഒഴിച്ച് വേറെ ഏതോ ഒരു അവസ്ഥയിലായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ഇട്ടിട്ട് ഗ്യാസ് ഓണാക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടോ പോയി. അതാണ് സ്ക്രീൻ ബ്ലാക്ക് ആയത്. എന്നിട്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ചായ പരിവായി. പക്ഷേ ഇനി ഇതിലേക്ക് പാലട ആ ഒരു അട ഇടണമെങ്കിൽ എനിക്ക് വേറെ ആരുടെങ്കിലും സഹായം വേണം. എന്നിട്ട് ഞാൻ വേഗം അമ്മേനെ വിളിച്ചു. അപ്പോഴേക്കും ഇത് കട്ടയാവാനും തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ അത് ഏകദേശം ആ ഒരു രൂപത്തിലായി. പക്ഷേ അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പനീറിൻ്റെ ടെക്സ്ചർ, അതായത് ഒരു ചെറിയ ചെറിയ തരി പോലെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ സക്സസ്ഫുള്ളി അമ്മ അപ്പോഴേക്കും ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് ബാക്കപ്പ് ആയിട്ടുണ്ട്. ഈ ചായയാണ് ഞാൻ ഉണ്ടാക്കിയ പായസം. പിന്നെ ഞാൻ അമ്മ വെച്ച പായസം കുടിച്ച ക്ഷീണം അങ്ങ് മാറ്റി.